ഹായ് ഫാം, അങ്ങനെ ഒരു ചെറിയ പനിയൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം വന്ന ക്രേവിങ്സ് ആണ് ഇന്നത്തെ റെസിപ്പി. വലിയ പണിയൊന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മസാലയ്ക്കായി നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ജിഞ്ചറും ഗാർലിക്കും പിന്നെ ഒരു പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് അരച്ച് മാറ്റി വയ്ക്കണം. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും നാരങ്ങ നീരും കോൺഫ്ലോറും റെഡ് ചില്ലി സോസ്, സോയ സോസ്, കാശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡറും 2 എഗ്ഗും പിന്നെ ഈ അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഈ മസാല പുരട്ടി വെച്ച ഈ ചിക്കന് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ടൈം കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് സൺഫ്ലവറിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്യുന്ന ഗ്യാപ്പിൽ സവോളയും ക്യാപ്സിക്കവും ക്യൂബായിട്ട് അരിഞ്ഞിടാം കേട്ടോ. വീണ്ടും ഈ സെയിം ഓയിലിൽ ബാക്കിയുള്ള പേസ്റ്റ് ആഡ് ചെയ്ത് സവോളയും ഇട്ട് വഴറ്റി, എന്നിട്ട് അത് വഴന്ന ശേഷം കുറച്ച് ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് ടൊമാറ്റോ സോസും സോയ സോസും പെപ്പറും പിന്നെ നേരത്തെ കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വാട്ടർ കുറച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നന്നായി ഒന്ന് ശരിക്ക് വഴന്ന് വരണം കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി നമുക്കൊരു 4 സവോള എടുക്കണം. ഈ സവോള നന്നായി അരിഞ്ഞ് ഇതേ ഈ ചിക്കൻ വറുത്ത സെയിം ഓയിലില്ലേ അതിലേക്ക് ഈ സവോള ചേർത്ത് വഴറ്റി നല്ല ക്രിസ്പി ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതേ ഓയിലിൽ കുറച്ച് മുന്തിരിയും വേപ്പിലയും ഇട്ട് വഴറ്റി ഈ മുന്തിരി വീർത്ത് പൊട്ടണേക്കാൾ മുന്നേ എടുത്ത് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആഡ് ചെയ്യാം. ഇതിന് ബ്രസ്റ്റ് പീസ് മാത്രം നോക്കിയെടുക്കണം. റൈസ് തയ്യാറാക്കാൻ ഹോൾ സ്പൈസസും മാഗി ക്യൂബും ആഡ് ചെയ്ത് ആ വെള്ളം ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഇത് തിളയ്ക്കുമ്പോൾ റൈസ് ആഡ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഇവിടെ ഒരാൾ കൊതി വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ബാക്കി പ്രിപ്പയർ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് വേവിക്കാൻ വെക്കണം. ഈ അരി വെന്ത് കഴിഞ്ഞ് ഇതിന് ചൂടാറാൻ ഫാനിൻ്റെ അടിയിലോ നിങ്ങൾക്കത് ഡ്രൈ ആക്കാൻ വേണ്ടി എവിടെയെങ്കിലും വയ്ക്കാം. എന്നിട്ട് നമുക്ക് റൈസിനുള്ള മിക്സ് തയ്യാറാക്കാം. പെട്ടെന്ന് ഒരു 4 മുട്ട പൊരിക്കണം, കുറച്ച് പെപ്പറും കൂടെ ഇടണം. എന്നിട്ട് നേരത്തെ ആദ്യം തയ്യാറാക്കി വെച്ച് ജിഞ്ചർ ഗാർലിക്കും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. പക്ഷേ സെപ്പറേറ്റായി നടുക്കിൽ വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് അത് നന്നായി വഴന്ന് വരണം. അത് വഴരാൻ കുറച്ച് സമയമെടുക്കും. എന്നിട്ട് ബീൻസും ക്യാരറ്റും കൂടെ ചേർത്ത് സാൾട്ട് പാകത്തിന് ആഡ് ചെയ്ത് ഇതിനൊപ്പം 1 ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ ബാക്കിയുള്ള എല്ലാ സോസും കൂടെ ചേർത്ത് പിന്നെ ലാസ്റ്റായിട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ചെറുതാക്കാനൊന്നും മറന്നുപോയി, അതുകൊണ്ടാണ് ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് ലാസ്റ്റ് സവോള കുറച്ച് ഡെക്കറേഷൻ മാത്രമല്ല, എനിക്ക് സവോള റൈസിനൊപ്പം കിട്ടുമ്പം എനിക്ക് കുറച്ച് ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് തോന്നാറുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവം റെഡി ടു ഈറ്റ്. അപ്പോൾ ശരി, ബൈ ബൈ.